ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്വീറ്റ് റെസിപ്പി സേമിയ ബർഫിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് സമയത്തിനുള്ളിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് 2 കപ്പ് സേമിയ ഇടുക. ഇത് പൊടിച്ച് വേണം ഇടാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തതാണെന്നുണ്ടെങ്കിൽ അധികം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ആ സെയിം പാനിൽ തന്നെ നമ്മൾ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നെയ്യൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി. ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരണം. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ച് ഫാറ്റുള്ള പാലാണ്. എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കണം. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ 1/2 കപ്പ് പാൽപ്പൊടി ഇടുക. പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിടണം. ഇപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ടുകൊണ്ട് 1/2 ലിറ്റർ പാലേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. എനിക്കത് കറക്റ്റായിരുന്നു. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് തിളച്ച് പാലിൻ്റെ അളവ് പകുതിയാവുന്ന ടൈമിൽ നമ്മൾ തേങ്ങയും സേമിയയും കൂടി വറുത്തില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഈ പാലൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആവുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി ആ പാലൊക്കെ വറ്റി ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ തീ ഓഫാക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കുക. അതിൽ നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിക്കുക. സൈഡിലൊക്കെ തേക്കണം. എന്നിട്ട് ഇതിൽ വേണം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ മിക്സിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ട്രേ തന്നെ വേണമെന്നില്ല, ഒരു പ്ലേറ്റ് എടുത്താലും മതി. നന്നായിട്ട് അമർത്തി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ മുറിക്കുമ്പോൾ പാടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അമർത്തി കൊടുക്കണം. നെയ്യ് തടവുന്നതിന് പകരം ബട്ടർ പേപ്പറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തണുക്കുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ മുകളിൽ ബദാമും കാഷ്യൂ പിസ്ത എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു നോക്കാം. അപ്പോൾ ഈ സിമ്പിൾ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്